ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിളായ അവിയലാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതെല്ലാം തൊലി ചെത്തി കഴുകി വെച്ചിരിക്കുകയാണ്. ചീമച്ചേമ്പ്, ഉരുളക്കിഴങ്ങ്, തക്കാളിക്ക, 3-4 അച്ചിങ്ങാപ്പയർ, കുമ്പളങ്ങ, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അരിയുകയും ചെയ്യാം. തക്കാളിക്ക അരിഞ്ഞത്, പയറ് ചെറുകെ അരിഞ്ഞത്, ചെറുകെ പൊടിച്ചെടുത്തത്, അതുപോലെ പച്ചമുളക് നെടുകെ കീറിയത്, കുമ്പളങ്ങ നീളത്തിലരിഞ്ഞത്, ചീമച്ചേമ്പ് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്. അരയ്ക്കാനായിട്ട് തേങ്ങ, ചുമന്ന മുളക്, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി, ജീരകം, കരിവേപ്പില. ചട്ടിക്കകത്ത് ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും ചീമച്ചേമ്പും കൂടെ നമ്മൾ ആദ്യം വേഗം വെക്കും. വേവ് പറഞ്ഞ തക്കാളിക്കായും അച്ചിങ്ങാപ്പയറും പച്ചമുളകും കൂടെ ലാസ്റ്റിൽ തിള ഒക്കെ വന്ന് ഒരുമാതിരി വേവായ ശേഷമാണ് ഇടാൻ പോകുന്നത്. അതുപോലെ അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് ഞാൻ അടുപ്പേ വയ്ക്കുകയാണ്. ഈ അവിയലിനൊരു കഥയുണ്ട്. പഞ്ചപാണ്ഡവന്മാരുമായി ബന്ധപ്പെട്ട കഥയാണ്. പണ്ട് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഭീമന് ശക്തി കുറഞ്ഞതുപോലെ പാണ്ഡവന്മാർക്കും കൃഷ്ണനുമൊക്കെ തോന്നി. അപ്പം അവിടെ പാചകശാലയിൽ ബാക്കി വന്ന പച്ചക്കറികൾ കട്ട് ചെയ്ത് പെട്ടെന്നുണ്ടാക്കി കൊടുത്ത ഒരു പോഷക സമൃദ്ധമായ വിഭവമാണ് അവിയലെന്നാണ് പറയുന്നത്. ഭീമനും നല്ലൊരു പാചകക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും യുദ്ധത്തിന് ഉത്സാഹത്തോടുകൂടി യുദ്ധം അങ്ങനെ ഒരു ഒരു തളർച്ചയും ഒരു മൂടനായിട്ടിരിക്കുന്ന ഒരു ഒരു പ്രസരിപ്പില്ലാത്തതായിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവരിത് ചെയ്തു കൊടുത്തത്. അപ്പം നമുക്കും ഇത് നല്ല പോഷകസമൃദ്ധമായ ഒരു വിഭവമാണ് അവിയലെന്ന് പറയുന്നത്. ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്താണ് നമ്മൾ അവിയലുണ്ടാക്കുന്നത്. നമ്മൾ വേവ് കുറഞ്ഞതായ എല്ലാം തക്കാളിക്കായും പച്ചപ്പയറും അതുപോലെ മുളകും കൂടി കൊടുത്ത ശേഷം പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുളി ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് തിളച്ച ശേഷം നമ്മൾ അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കും. അരപ്പിട്ട് ഒന്ന് പൊത്തി ഒന്നുകൂടെ ഒന്ന് ആവി വന്ന ശേഷം അരപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പൊത്തി വെക്കണം. പൊത്തി വെച്ച ശേഷം അരപ്പിട്ട് അടച്ചാലും ഒന്നുമില്ല, പക്ഷെ പൊത്തി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അതിനകത്ത് അതിൻ്റെ അരപ്പൂടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനകത്തെ ഇതൊക്കെ ഒന്ന് അതിനകത്ത് ചേരാൻ ആവി കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മൂടി വയ്ക്കുന്നത്. മൂടി വെച്ച ശേഷം അതിനകത്തോട്ട് പച്ചക്കരിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ മണ്ടയിലോട്ട് പച്ചക്കരിവേപ്പില, അതുപോലെ ഒരല്പം വെളിച്ചെണ്ണ കൂട്ടാൻ പ്രയാസമുള്ളവർ വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും അവിയൽ നല്ലതായിരിക്കും. പിന്നെ അതിന് സാധാരണ അവിയൽ വെക്കുമ്പോൾ അല്പം വെളിച്ചെണ്ണ വെന്ത് വാങ്ങാറാകുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങി വെച്ച ശേഷമോ ഒഴിച്ച് ഇളക്കി പാത്രപാകത്തിന് വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം. നിങ്ങൾക്ക് അവിയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അതുപോലെ ഇത് സബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ഉള്ള മനസ്സ് കാണിക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം. എനിക്കത് എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരു സഹായമായിരിക്കും.
നല്ല ഒരു അവിയലാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം. അപ്പം നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ഒന്ന് മൂടി വയ്ക്കുക.